ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കപ്പവടയുടെ റെസിപ്പിയുമായിട്ടാണ്. ഉഴുന്നുവടയെ പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കപ്പവട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 കായ കപ്പ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം 1 കിലോഗ്രാമിനടുത്ത് വെയിറ്റ് ഉണ്ടാവും. കപ്പ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വടക്കായിട്ട് കപ്പ എടുക്കുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടുന്ന കപ്പ വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് കപ്പയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് ഇത് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ കപ്പ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും വെള്ളം മാറ്റിയതിനു ശേഷം നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സ്മാഷർ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ ഇതേപോലുള്ള ഫോർക്ക് കയ്യിലുണ്ടെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒട്ടും തന്നെ കട്ടയുണ്ടാവരുത്. അപ്പോൾ ഇതാ കപ്പ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിക്ക് പകരമായിട്ട് സവാള വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ഇതിന്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വടക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് 2 തണ്ട് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. കായപ്പൊടി ഓപ്ഷണലാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ വട ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ 1 കപ്പ് വറുത്ത അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. കപ്പയിൽ ഓൾറെഡി ഉപ്പിട്ട് കൊടുത്തോണ്ട് തന്നെ ഉപ്പിന്റെ ആവശ്യമില്ല. ഇനി നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കും പത്തിരിക്കും ഒക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ വെള്ളം ഒട്ടും തന്നെ കൂടി പോകരുത്. അങ്ങനെ ഇതാ നമ്മുടെ കപ്പ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഓരോ ഉരുള എടുത്ത് കൈവെള്ളയിലിട്ടൊന്ന് പരത്തിയതിനു ശേഷം സെന്ററിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. നമ്മൾ ഉഴുന്നവടക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നില്ല, ആ ഒരു ഷേപ്പിൽ. ഇനി കയ്യിൽ ഒട്ടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ തടവി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഓരോ ഉരുളയും എടുത്ത് ഇതേപോലെ ഷേപ്പാക്കി എടുക്കാം. അങ്ങനെ ഞാൻ എല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് സ്റ്റൗവിലോട്ട് എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ എണ്ണ ചൂടായതിനു ശേഷം അതിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിലും യൂസ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ തന്നെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു സൈഡ് ആയി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ കപ്പവട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ നമ്മൾ അരിപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ ഇതിന്റെ പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിരിക്കും. പിന്നെ നമ്മൾ ഓൾറെഡി വേവിച്ചിട്ടുള്ള കപ്പയും ആണല്ലോ. അപ്പോൾ ഇതാ കപ്പവട എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പുതിന ചമ്മന്തിയും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ അതിനായിട്ട് മിക്സിയുടെ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. 2 കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി കുറച്ച് പുതിനയിൽ ഇട്ട് കൊടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പുതിന ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു കപ്പവട ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.